നമസ്കാരം. ഈ ചോദ്യം നിങ്ങൾ ഒറ്റത്തവണയെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും. ഞാൻ ആരാണ്? ഞാൻ ആർക്ക് വേണ്ടി ജീവിക്കുന്നു? കഥ പറയാം. ഒരു സ്ത്രീയുടെ കഥയാണ്. അവൾ നല്ലൊരു അമ്മയായിരുന്നു, നല്ലൊരു ഭാര്യയായിരുന്നു, നല്ലൊരു കുടുംബിനിയായിരുന്നു. കുടുംബം നല്ല സന്തോഷത്തോടെ ജീവിച്ചു. പക്ഷേ അവളുടെ മുഖത്തെ ചിരി കൃത്രിമമായിരുന്നു. അവൾ അവളോട് തന്നെ ചോദിച്ചു, ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്? എൻ്റെ ആഗ്രഹങ്ങൾ എവിടെയാണ് നിന്നു പോയത്? നമുക്ക് പരിചിതമായ കഥകളാണ്. നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഉരുകിക്കിടക്കുന്ന ചോദ്യങ്ങളാണിത്. നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കട്ടെ. നിങ്ങൾ അവസാനമായി നിങ്ങളെക്കുറിച്ചൊരു തീരുമാനമെടുത്തത് എന്നാണ്? എപ്പോഴാണ് ആഗ്രഹിച്ചതിനെ മറന്നു തുടങ്ങിയത്? അവർ പറയുന്നു എന്നതുകൊണ്ട് മാത്രം ചില നിർണായക തീരുമാനങ്ങൾ ജീവിതത്തിൽ എടുത്തിട്ടുണ്ടോ? അതിലെ പല നിർണായക നിമിഷങ്ങളും ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കും എന്ന ഒരൊറ്റ ഭയത്തിൽ എടുത്തിട്ടുള്ളവയാണ്. അവരുടെ പ്രതീക്ഷകൾ ഒരു തടവറ പോലെയാണ്. ബാക്കിയുള്ളവർക്ക് വേണ്ടി ജീവിച്ചിട്ട് നമ്മളെക്കുറിച്ച് ചിന്തിക്കാൻ തന്നെ സമയമില്ലാത്തൊരവസ്ഥയിലായി അല്ലേ? വരുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ വെറുക്കുന്ന ഒരു അവസ്ഥയിലെത്തുന്നു. നമുക്ക് സ്വയം കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. ആദ്യത്തേന്ന് പറഞ്ഞാൽ നമ്മൾ സ്വയം തിരിച്ചറിയുക. ആഗ്രഹിക്കുന്നത്, എൻ്റെ സന്തോഷം എവിടെയാണ്? ഏറ്റവും വലിയ സ്വപ്നം എന്തായിരുന്നു? ഞാൻ ആ സ്വപ്നം ഉപേക്ഷിച്ചത് എന്തുകൊണ്ടാണ്? എനിക്ക് സന്തോഷം തരുന്ന 5 കാര്യങ്ങൾ എന്തൊക്കെയാണ്? വർഷങ്ങളായി ഇഷ്ടപ്പെടാതെ തുടരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? കുറച്ച് തീരുമാനമെടുക്കുക. ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കും. സന്തോഷം തരുന്ന വഴികൾ ഞാൻ തിരഞ്ഞെടുക്കും.